നിങ്ങൾക്കറിയാമോ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നാം ബൈബിൾ വായിക്കുമ്പോൾ കണ്ണ് കാണാത്ത ഒരു വ്യക്തി പറയുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ. അപ്പോൾ ദൈവം എല്ലാവരും പറയുകയാണ്, മിണ്ടാതിരി. അപ്പോഴും പറയുകയാണ്, ദാവീദ് പുത്ര കരുണ തോന്നേണമേ. അപ്പോൾ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? മണ്ണിൽ നിന്ന് മണ്ണൊക്കെ മുഖത്തൊക്കെ തേച്ച് പിന്നെ വെള്ളം കൊണ്ട് കഴുകി അയാളെ സൗഖ്യമായി. പിന്നെ നാം നോക്കുകയാണെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇയ്യോബിന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ദിവസം എല്ലാം നഷ്ടമായി. പക്ഷെ ഇയ്യോബ് കൈവിട്ടില്ല. ഇയ്യോബിന് എല്ലാം തിരികെ കിട്ടി. യാക്കോബിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ യാക്കോബ് ദൂതനുമായിട്ട് മല്ല് അടിയിടിയല്ല, എന്ത് പറയുക, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എന്നെ വിടുകയില്ല എന്ന് പറയുകയും അവസാനം ദൂതന് അനുഗ്രഹിക്കേണ്ടി വന്നു. നീ ഇന്നോട്ട് യാക്കോബല്ല, നീ ഇന്നോട്ട് ഇസ്രായേൽ എന്നറിയപ്പെടുമെന്ന് ദൂതൻ തന്നെ പറയുകയുണ്ടായി. ഈ 3 കാര്യത്തിന് ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയാമോ? കണ്ണ് കാണാത്തവനോട് ആൾക്കാർ പറഞ്ഞു, അതേ സമൂഹം പറഞ്ഞു, മിണ്ടായിരിയുടെ പൊട്ട, നീ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, നീ ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അയാൾ മനുഷ്യരെ നോക്കിയില്ല, ദൈവത്തെ നോക്കി. അതുകൊണ്ട് അയാൾക്ക് അനുഗ്രഹം കിട്ടി, അയാൾക്ക് കണ്ണ് കാണാൻ സാധിച്ചു. ഇയ്യോബിന് ദൈവത്തെ തള്ളിക്കളയാൻ ടിക്ക് ചെയ്ത് നോക്കിയാൽ ഇയ്യോബിന് ദൈവത്തെ തള്ളിക്കളയാൻ പല കാരണങ്ങളുണ്ട്. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു, തൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ തൻ്റെ മൃഗങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഇയ്യോബ് ദൈവത്തെ കൈവിട്ടില്ല. തൻ്റെ ഭാര്യ പോലും പറയും, എന്തിനാണ് നീ ദൈവത്തെ കൊണ്ട് നടക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയെങ്കിലും തള്ളിക്കള, ദൈവത്തെ തള്ളിപ്പറ. പക്ഷെ ഇയ്യോബ് എന്താ ചെയ്തത്? അവിടെ ഇയ്യോബ് തൻ്റെ അവശ്യ നിലയിലായിട്ട് പോലും ഇയ്യോബ് ദൈവത്തേക്ക് പിടിച്ചു നിന്നു, ദൈവത്തോട് കൂടെ നിന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ച? ദൈവം ഇയ്യോബിന് 3 മടങ്ങായി തിരികെ കൊടുത്തു. യാക്കോബിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ യാക്കോബ് ചെയ്തെന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ വിടുകയില്ല, നിന്നെ ഞാൻ വിടുകയില്ല. അവസാനം ദൂതൻ എന്താ ചെയ്തത്? ദൂതൻ ഉളുക്കൊക്കെ ഇട്ട് നോക്കി, പക്ഷേ വിട്ടില്ല യാക്കോബ്. അവസാനം നീനോട്ട് യാക്കോബ് അല്ല, നീ ഇസ്രായേൽ എന്നാവും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ എത്ര പ്രാവശ്യമാണ് പള്ളിയിലും ആരാധനയ്ക്കൊക്കെ പോയി, പക്ഷെ നാം അനുഗ്രഹിക്കപ്പെട്ടു. നാം പറയണം, ദൈവമേ ഞാൻ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എന്നെ വിടുകയില്ല. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കണം നമ്മൾ. അതാണ് യഥാർത്ഥ വിശ്വാസം. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇവന് പ്രാന്താണ് എന്നൊക്കെ പറയും, പക്ഷേ അവരെന്തും പറയരുത്. നാം മനുഷ്യരല്ല നോക്കേണ്ടത്, ദൈവത്തെയാണ് നോക്കേണ്ടത്. ഗോഡ് ബ്ലെസ് യു.